ചമൽക്കാര ഭംഗി കണ്ടെത്തുക, കാവ്യഭംഗി കണ്ടെത്തുക, ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. 10ാം തരം കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗത്ത് ചമൽക്കാര ഭംഗി വരുന്ന വരികളുണ്ട്. അതുപോലെ ഈ പാഠത്തിലും സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠഭാഗത്തിലും കാവ്യഭംഗിയുള്ള വരികൾ കണ്ടെത്താൻ കഴിയും. കഥകളതിമോഹനം എന്ന പാഠഭാഗത്ത് ഗ്രീഷ്മ സമാനൻ അരിനിവകത്തിന് ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറെ, ഈ വരികളിൽ ഉപമയുടെ സൗന്ദര്യം കണ്ടെത്താൻ കഴിയും. ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത്. ഒരു പൂർണ്ണോപമയിൽ ഉപമാനം, ഉപമേയം, ഉപമാവാചകം, സാധാരണ ധർമ്മം എന്നിവ കണ്ടെത്താൻ കഴിയും. ഇവിടെ ശത്രുക്കൾക്ക് കടുത്ത വേനലിനെന്ന പോലെ ഗ്രീഷ്മ സമാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രകരമേൽപ്പിക്കുന്ന ഭീഷ്മർ എന്ന് പ്രയോഗിച്ചിരിക്കുന്നിടത്ത് അലങ്കാര ഭംഗി കണ്ടെത്താൻ കഴിയും. കാവ്യഭംഗി മനസ്സിലാക്കാൻ ശബ്ദാലങ്കാരവും അർത്ഥാലങ്കാരവും തിരിച്ചറിയുന്ന നന്നായിരിക്കും. നമുക്ക് ആദിപ്രാസം, ദ്വിതീയാക്ഷപ്രാസം, അന്തിപ്രാസം, അനുപ്രാസം, ചേകാനുപ്രാസം എന്നിവ മനസ്സിലാക്കാം. ആദിപ്രാസത്തിൽ 1ാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം തന്നെയായിരിക്കും 2ാമത്തെ വരിയിലെയും ആദ്യത്തെ അക്ഷരം. ഉദാഹരണത്തിന്, കർണനും മന്ദസ്മിതം ചെയ്ത് ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും. സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകളെന്ന പാഠഭാഗത്ത് വരുമ്പോൾ അനക്കം കൂടാതെ നരവരനണഞ്ഞ ആശു പുതുകാൽ എന്ന് തുടങ്ങി അനർഘ സ്വർണാഭം എന്ന് അവിടെ ആദ്യത്തെ വരിയിലെ അക്ഷരം ആയും 2ാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ആയുമാണ്. ജനകൻ മരിച്ചുപോയി, ജനനി തൻ്റെ ദശയിങ്ങനെ. ഇവിടെയും നമുക്ക് ആദിപ്രാസം കണ്ടെത്താൻ കഴിയും. ഇനി ദ്വിതീയാക്ഷപ്രാസമാണ്. 1ാമത്തെ വരിയിലെ 2ാമത്തെ അക്ഷരം തന്നെയായിരിക്കും 2ാമത്തെ വരിയിലെ 2ാമത്തെ അക്ഷരം. ഇതും കാവ്യത്തിന് ഭംഗി നൽകുന്നതാണ്. കഥകളതിമോഹനം എന്ന പാഠഭാഗത്തും സ്വാതന്ത്ര്യത്തിന് ചിറകൾ എന്ന പാഠഭാഗത്തും ഇത് കണ്ടെത്താം. നെഞ്ചം തെളിഞ്ഞു എന്ന് തുടങ്ങി പഞ്ചതാരപ്പൊടി ഗ്രീഷ്മ സമാനൻ അരിനിവകത്തിന് ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറേ. വൻപനാം നൻപൊട് കർണനും മന്ദസ്മിതം ചെയ്തു കർണസുഖം. ജനകൻ മരിച്ചുപോയി, ജനനി തൻ്റെ ദശയിങ്ങനെ. അനക്കം കൂടാതെ അനർഘ സ്വർണാഭം. ഇവിടെയെല്ലാം നമുക്ക് ആദ്യത്തെ വരിയിലെ 2ാമത്തെ അക്ഷരം തന്നെയായിരിക്കും 2ാമത്തെ വരിയിലെയും 2ാമത്തെ അക്ഷരം. ഇതാണ് ദ്വിതീയാക്ഷപ്രാസം. ഇനി അന്ത്യപ്രാസമാണ്. 1ാമത്തെ വരിയിലെ അവസാനത്തെ അക്ഷരം തന്നെയായിരിക്കും 2ാമത്തെ വരിയിലെ അവസാനത്തെ അക്ഷരം. നമ്മളൊക്കെ സാധാരണയായി സിനിമാ പാട്ടുകൾക്ക് ധാരാളം കേൾക്കുന്നവരാണ്. ആ പാട്ടുകളിലൊക്കെ തന്നെയും ഈ പറയുന്ന ആദിപ്രാസം, ദ്വിതീയാക്ഷപ്രാസം, അന്ത്യപ്രാസം, ചേകാനുപ്രാസം, അനുപ്രാസം കടന്നു വരാറുണ്ട്. ഇപ്പം നമ്മൾ സിനിമ പാട്ടെടുക്കുകയാണെങ്കിൽ കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല എന്ന വരികളിലൊക്കെ നമുക്ക് ഇത് കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ എൻ്റെ എല്ലാം എല്ലാം അല്ലേ ചേലത്ത ചെമ്പരുന്തല്ലേ, ഇവിടെയെല്ലാം നമുക്ക് ഈ അന്ത്യപ്രാസം കണ്ടെത്താൻ കഴിയും. ഇനി അനുപ്രാസമാണ്. വ്യഞ്ജനങ്ങൾ ആവർത്തിച്ച് വരുന്നതാണ് അനുപ്രാസം എന്ന് പറയുന്നത്. അവിടെയും നമുക്ക് സിനിമാ ഗാനങ്ങളും ധാരാളം കവിതകളും ഒക്കെ നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. ഇപ്പം താഴമ്പൂവോ താമരത്താരോ തേനോ തേന്നിലാവോ മാമഴമുത്തോ മല്ലിക്കോളുന്തോ മീനോ മാരിവില്ലോ. ഇവിടെ താ എന്ന് പറഞ്ഞ അക്ഷരം ആവർത്തിച്ചു വരികയാണ്. താഴമ്പൂവോ താമരത്താരോ തേനോ തേന്നിലാവോ. മാ എന്ന് പറഞ്ഞ അക്ഷരം വരുമ്പോൾ മാമഴമുത്തോ മല്ലിക്കൊളുന്തോ മീനോ മാരിവില്ലോ എന്ന് പറയുന്നതിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനി ചേകാനുപ്രാസമാണ്. കൂട്ടക്ഷരങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്നതാണ് ചേകാനുപ്രാസം. കരുത്തൻ മറ്റൊരുത്തൻ വന്നുരത്തെങ്കിൽ കരത്തെ കൊണ്ടടിച്ചു കൈപിടിച്ച എന്ന് പറയുന്ന കുഞ്ചൻ നമ്പ്യാരുടെ വരികൾ. അതുപോലെ നടക്ക നീ മിടുക്ക വേർപെടുക്ക ദുർഘടമെല്ലാം എന്ന വരികളിലൊക്കെ ഈ കൂട്ടക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്നതിൻ്റെ സൗന്ദര്യം നമുക്ക് കണ്ടെത്താൻ കഴിയും.